അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു? അതായത് എന്താണ് കുള്ളനായിട്ടുള്ള പാരന്റ് അല്ലെ? നമ്മൾ എവിടെ നിർത്തിയത്? കുള്ളനായിട്ടുള്ള പാരന്റ്. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ഡൊമിനന്റ് ആയിട്ടുള്ള, അതായത് ഉയരമുള്ള ടോൾ പാരന്റ് അല്ലെങ്കിൽ ടോൾ പാരന്റ് അതുപോലെ തന്നെ ഡോഫ് പാരന്റ് ഉണ്ട്. ഓക്കെ, ഡോഫ് പാരന്റ് ഉണ്ട്. ഇത് ഡോഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ, അതുപോലെ ടോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോൾ എന്ന് പറഞ്ഞാൽ ഉയരമുള്ളത്. എന്താണ്? ഉയരമുള്ളത് അല്ലേ? ഓക്കെ, നോക്കിക്കോ, ഉയരമുള്ള പാരന്റിന് 2 T ഉണ്ടാവും. ഓക്കെ, 2 T ഉണ്ടാവും, 2 ഗമേറ്റുകൾ ഉണ്ടാവും. TT ആണ് അതിന്റെ ഗമേറ്റുകൾ. പിന്നെയോ ഡോഫ് പാരന്റിന്, കുള്ളനായിട്ടുള്ള പാരന്റിന് ചെറിയ D ആയിരിക്കും, 2 ചെറിയ D ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിന് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഒരു ഗാമേറ്റിനെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് തരും. എന്ത് ചെയ്യും? ഒരു ഗാമേറ്റിനെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് തരും. ഓക്കെ, TT. ഇതില് ഒരു ഗാമേറ്റിനെ എന്ത് ചെയ്യും? നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മാതൃസസ്യങ്ങൾ തരും. ഓക്കെ, കുള്ളനായിട്ടുള്ള മാതൃസസ്യവും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഉയരമുള്ള മാതൃസസ്യവും ട്ടാ. ഓക്കെ, അപ്പൊ ഒരു ഗാമേറ്റ് ഇല്ലെങ്കിൽ ഒരു ജനനകോശം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് തരും. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ മെന്റലിന് കിട്ടിയ ജനറേഷൻ ആണ് TT. ഓക്കെ, ഇതെന്താണ്? ഇതില് വലിയ D ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഉയരമുള്ള ജനറേഷൻ ആണ്. എന്ത് ജനറേഷൻ ആണ്? ഉയരമുള്ളതാണ്. ഉയരമുള്ള, അതായത് TT ജനറേഷനിലെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ ചെടികളും എന്തായിരുന്നു? ഉയരമുള്ളവയായിരുന്നു ട്ടാ. ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് തലമുറയിലെ എല്ലാ ചെടികളും എന്തായിരുന്നു? ഉയരമുള്ളവയായിരുന്നു. എന്തായിരുന്നു? എല്ലാ ചെടികളും ഉയരമുള്ള ചെടികളായിരുന്നു. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ്, നോക്ക്, എന്താണ് ഡൊമിനന്റ് ട്രേറ്റ്? ഓക്കെ, എന്താണ് ഡൊമിനന്റ് ട്രേറ്റ്? ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ ജനറേഷനിൽ, ഓക്കെ, ആദ്യ ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനില്, ഓക്കെ, ജനറേഷൻ ഓർ തലമുറയില് കാണാൻ പറ്റുന്ന ട്രേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡൊമിനന്റ് ട്രേറ്റ് എന്ന് വിളിക്കുക. ഇതിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആധിപത്യ സ്വഭാവം. എന്താണ്? ആധിപത്യ സ്വഭാവം. ഓക്കെ, എന്തിനെ നമ്മൾ വിളിക്കുന്നതാണ്? ആധിപത്യ സ്വഭാവം. ഇനി എന്താണ് റെസസീവ് ട്രേറ്റ്? നോക്ക്, എന്താണ് റെസസീവ് ട്രേറ്റ്? നോക്കിക്കോ, അതായത് ആദ്യത്തെ ജനറേഷനിൽ, ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ജനറേഷനില് അല്ലെങ്കിൽ ഫസ്റ്റ് തലമുറയില് നമുക്ക് കാണാൻ പറ്റാത്ത, അല്ലെ, കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്താ പറയാ, അപ്പോ മറഞ്ഞു കിടക്കണ ആ ഒരു ട്രേറ്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? റെസസീവ് ട്രേറ്റ് എന്ന് പറയാം. ഇതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അപ്രബല സ്വഭാവം. എന്താണ്? അപ്രബല സ്വഭാവം എന്ന് നമ്മൾ ഇതിനെ മലയാളത്തിൽ വിളിക്കും. ഓക്കെ, ഇനി നോക്ക്, ഇനി നമ്മുടെ മെന്റലി ഒരു കാര്യം ചെയ്തു കേട്ടോ. അതായത് ഈ പറയുന്ന നമ്മുടെ കുള്ളൻ ജനറേഷൻ ഇല്ലേ, കുള്ളൻ ജനറേഷൻ മൊത്തത്തില് പോയോന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ. അല്ലെങ്കിൽ ഈ പറയുന്ന F1 ജനറേഷനിലെ ചെടികളിനെ എന്തിനു വിട്ടു? സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന പരിപാടിക്ക് വിട്ടു. ഓക്കെ, അതെന്താണ് നോക്കാം. നോക്ക്, അല്ലേ, സെൽഫ് പോളിനേഷൻ
പോളിനേഷൻ ഓർ സ്വപരാഗണം. സ്വപരാഗണം. ഓക്കെ, എന്താണിത് നോക്കാം. അതായത് ഈ പറയുന്ന കുള്ളൻ സ്വഭാവം ഇല്ലെങ്കിൽ എന്താണ് ഡോഫ് ഫാക്ടർ ഫുള്ളായിട്ട് പോയോ, കുള്ളൻ സ്വഭാവം ഇല്ലെങ്കിൽ ഡാഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു സ്വഭാവം ഫുള്ളായിട്ട് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു, സെൽഫ് പോളിനേഷൻ നടത്തി. ഓക്കെ, അതെങ്ങനെ നടത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്ത് ചെയ്തു, ഒരു 3:1 ഒരു ജനറേഷൻ കിട്ടി. അതാണ് എന്ത്, സെക്കൻഡ് ജനറേഷൻ. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ ഏതാണെന്നറിയോ, നോക്കിക്കോ. അതായത് നമുക്ക് അതിന് ഇതാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ പേരാണ് പൂണറ്റ് സ്ക്വയർ. എന്ത് സ്ക്വയർ ആണ്? പൂണറ്റ് സ്ക്വയർ.